ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. LTCക്കും LGSനും വരുന്ന എക്സാമുകൾക്കും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്മാരകം ഏത്? ഇന്ത്യ ഗേറ്റ്. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. അടുത്തത്, ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ഏത്? 1897. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷമാണ് 1897. അടുത്തത്, ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആര്? റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. അടുത്തത്, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് AR രാജരാജവർമ്മ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. അടുത്തത്, ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ശ്യാം ബെനഗൽ. ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാം ബെനഗൽ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്ന്? 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. അടുത്തത്, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി അണക്കെട്ട്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്, ഉത്തരാഖണ്ഡ്. അടുത്തത്, പ്രാചീന കാലത്ത് ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? കൊല്ലം. പ്രാചീന കാലത്ത് ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം അല്ലെങ്കിൽ ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. അടുത്തത്, അക്ബർ പണികഴിപ്പിച്ച പ്രാർത്ഥനാലയം ഏത്? ഇബാദത്ത് ഖാന. 1575-ലാണ് ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചത്. അക്ബർ പണികഴിപ്പിച്ച പ്രാർത്ഥനാലയമാണ് ഇബാദത്ത് ഖാന. അടുത്തത്, പെരിയോർ എന്നറിയപ്പെടുന്നത് ആര്? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. അടുത്തത്, സിംലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. സിംലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അടുത്തത്, ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? കാബൂൾ. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാബൂൾ. അടുത്തത്, സുഖവാസ കേന്ദ്രമായ പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കണ്ണൂർ. സുഖവാസ കേന്ദ്രമായ പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. അടുത്തത്, ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാര്? സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ച വ്യക്തിയാണ് സുബ്രഹ്മണ്യ ഭാരതി. അടുത്തത്, ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏത്? ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാദമിക് നെറ്റ്വർക്ക്സ്, ഗെയിൻ എന്നാണ്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോഷിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാദമിക് നെറ്റ്വർക്ക്സ്, ഗെയിൻ എന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ഏത്? ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏത്? ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. അടുത്തത്, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേരെന്ത്? ജോൺ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേര് ജോൺ കമ്പനി എന്നാണ്. അടുത്തത്, പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? പഴശ്ശിരാജ. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. ഗോവയിലാണ് അച്ചടിശാല നിർമ്മിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത് ഗോവയിൽ പോർച്ചുഗീസുകാരാണ്. അടുത്തത്, മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി.
അടുത്തത് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏത്? 1556. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ് 1556. അടുത്തത് ഹിന്ദുക്കളുടെ മേൽ ജസിയ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഭരണാധികാരി ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഹിന്ദുക്കളുടെ മേൽ ജസിയ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. അടുത്തത് നിതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? 2015 ജനുവരി 1. നിതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1-നാണ്. അടുത്തത് ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുക. ആരുടെ വാക്കുകളാണിത്? ഡോക്ടർ BR അംബേദ്കർ. ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുക എന്നത് ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ്. അടുത്തത് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം ഏത്? 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസും മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം നടന്നത് 1907 സൂററ്റ് സമ്മേളനമാണ്. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് നബാർഡ് രൂപീകൃതമായത് എന്ന്? 1982 ജൂലൈ 12. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12-നാണ്. അടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം ഏത്? 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941-ആണ്. അടുത്തത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്തത് ഗാന്ധിജി ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. ഗാന്ധിജി ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. അടുത്തത് ശ്രീ ശങ്കരാചാര്യർ ഇന്ത്യയുടെ പടിഞ്ഞാറ് സ്ഥാപിച്ച മഠം ഏത്? ശാരദാ മഠം. ദ്വാരകയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യർ ഇന്ത്യയുടെ പടിഞ്ഞാറ് സ്ഥാപിച്ച മഠമാണ് ശാരദാ മഠം, ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 63. അടുത്തത് ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് ആര്? അശോകൻ. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്ന് അറിയപ്പെടുന്നത് അശോകനാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഏത്? ജുമാ മസ്ജിദ്, ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ജുമാ മസ്ജിദ്, ഡൽഹിയിൽ. അടുത്തത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏത്? 1911. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911-ആണ്. അടുത്തത് 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. 14 ബാങ്കുകളാണ് ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടത്തിയത്. 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അടുത്തത് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്തത് ഇക്വിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 14. ഇക്വിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 14. അടുത്തത് RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? മൻമോഹൻ സിംഗ്. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത്? പഞ്ചാബ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്തത് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്തത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത്? കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം. അടുത്തത് KSRTC നിലവിൽ വന്നത് എന്ന്? 1965. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965-ലാണ്. അടുത്തത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? ജോൺ മത്തായി.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് ജോൺ മത്തായി. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 50 ചോദ്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.